വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഹൃദയത്തിന് ബലമായി ധൈര്യമായി തീരത്തക്ക നിലയിൽ സ്വർഗമിടപെടുന്ന മനോഹരമായൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. എബ്രായ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം അതിൽ പ്രകാരം ഒരു വാക്ക് പറയുന്നു: നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ഹൃദയം കഠിനമാക്കരുത്. എപ്പോഴാണ് ഈ അവസ്ഥയിലേക്ക് ഹൃദയം മാറുന്നത്? നാം പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം നൽകി തരാതിരിക്കുമ്പോൾ മനസ്സ് മടുക്കുന്നു എന്ന സ്ഥിതിയിൽ ഹൃദയം കഠിനതയിലേക്ക് കടന്നു പോകുക. വാക്കുകളായി അത് പുറത്തു വരും. ഹൃദയം കഠിനപ്പെടുമ്പോഴാണ് വ്യത്യസ്തമായ വാക്കുകൾ, ഇന്ന് വരെ പറയാത്ത വാക്കുകൾ. ഇനി ഞാൻ ആ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, ദൈവസന്നിധിയിൽ യാചിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. എന്നതിനകത്ത് മറുപടിയില്ലാതെ വന്നപ്പോൾ ഹൃദയത്തിലെ മടുപ്പ് നിമിത്തം ഇപ്രകാരം പറയുക: ഇനി ഞാൻ ആ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നില്ല. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തു തരട്ടെ. ഇനി ഞാൻ കാത്തിരിക്കുന്നില്ല. ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ചില കുടുംബങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂത്, കാര്യങ്ങൾ നടക്കാത്ത നിമിത്തം, വിഷയത്തിന് മറുപടി ലഭിക്കാത്ത നിമിത്തം ഹൃദയത്തിന് മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു സമയമാണോ? ഇതുപോലെ പറയുന്ന ഒരു സാഹചര്യത്തിലാണോ ഇനി ഞാൻ ആ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നില്ല? പ്രാർത്ഥനാതലത്തെ ബന്ധിക്കുന്ന നിലയിൽ, പ്രാർത്ഥനാതലിനെ നിലച്ചു പോകുന്ന ആ മണ്ഡലത്തെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു: ദൈവത്തിൻ്റെ ദൂതിത അത്ഭുതമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദമിതാ വിടുതലുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിലായിരിക്കുമ്പോൾ ഇപ്രകാരം പറയുണ്ടായി: യഹോവേ, മതി മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുവോ. ഇപ്രകാരമൊക്കെ ഏലിയാവ് പറയുന്ന ആ മനസ്സിൻ്റെ മടുപ്പിൽ നിന്ന് വരുന്ന വാക്കുകളല്ലേ? മതി മതി കർത്താവേ, മതി. ദൈവത്തിൻ്റെ വൈതലേ, ഇതല്ലേ ഈ ദിവസങ്ങളിലെ ശബ്ദം? ഈ അവസ്ഥ മതി, ഈ സാഹചര്യം മതി, മടുത്തു ആവർത്തിച്ച് ദൈവത്തോട് പറയുന്ന ഒരു സമയമല്ലേ? മടുപ്പിൻ്റെ ശബ്ദത്തിൻ്റെ സമയമല്ലേ? അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഒരു പ്രാവശ്യം ഇപ്രകാരം ഒരു അവസ്ഥ ജീവിതത്തിൻ്റെ തലങ്ങളിൽ വാഗ്ദത്തം നടക്കാതിരുന്നപ്പോൾ, വാഗ്ദത്തങ്ങൾക്ക് നിവർത്തി കാണാതിരുന്നപ്പോൾ ഭക്തൻ ഭയപ്പെട്ടുപോയി. ആ സാഹചര്യത്തിൽ സ്വർഗം ഇറങ്ങി വന്ന് ദൂത് പറയുന്നു, ദൈവാലോചന പറഞ്ഞ് ബലപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുന്നൊരു ശബ്ദമുണ്ട്: ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു. അബ്രഹാമിനോട് ദൈവം ഇത് സംസാരിക്കും. എത്ര വിലയേറിയ വാഗ്ദാനമാണ്, എത്ര വിലയേറിയ സ്നേഹത്തിൻ്റെ ശബ്ദമാണ്. ഇത് കേട്ടിട്ടും അബ്രഹാം പറയുന്നു: കർത്താവേ, യഹോവേ, നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് എന്ത് തരും? ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് അതിമഹത്തായ പ്രതിഫലമാ. അബ്രഹാം അത് കേട്ടിട്ട് ചോദിക്കുക ദൈവത്തോട്: നീ എനിക്ക് എന്ത് തരും? ഭയത്തിൻ്റെയും നിരാശയുടെയും ശബ്ദമല്ലേ? ഹൃദയത്തിൽ നിന്ന് അങ്ങനെ ഉയരുന്ന ശബ്ദമല്ലേ അത്? ദൈവഹൃദയത്തിൻ്റെ അവസ്ഥ ദൂത് പറഞ്ഞ് തിരുത്തിയില്ലേ? ആലോചന പറഞ്ഞ് തിരുത്തിയില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് കർത്താവിൻ്റെ ശബ്ദമിതാ ഹൃദയത്തെ തിരിക്കുന്ന പകല, ഹൃദയത്തിന് മാറ്റം വരുത്തുന്ന പകല. കാരണം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുക ശക്തനായ ദൈവം. നേരം കൊണ്ട് സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുക ശക്തിയുള്ള ദൈവം. അല്പസമയം കൊണ്ട് മാത്രം വേഗത്തിൽ കർത്താവിനെ കരം നീട്ടുക, ചലിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ വീണ്ടും പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ഹൃദയം കഠിനമാക്കാതെ, ഹൃദയം ഈ അവസ്ഥയിലേക്ക് മാറാതെ, ഇന്നും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, ആ മനോഭാവത്തിൽ നിലവിളിക്കുക, ആ മനോഭാവത്തിൽ പ്രാർത്ഥിക്കുക തയ്യാറാകുമ്പോൾ നിശ്ചയമാ
പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടു വരും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വേഗത്തിൽ കർത്താവ് കാര്യങ്ങൾ ഇതാ ക്രമീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് നോക്കി ദൂത് പറയുക, നടക്കാൻ പോവുക, വേഗത്തിൽ കാര്യങ്ങൾ നടക്കാൻ പോവുക, വേഗത്തിൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. സമയമായി, ദൈവത്തിൻ്റെ സമയമായി, മറുപടിയുടെ സമയമായി, ദൈവത്തിൻ്റെ ഉത്തരത്തിൻ്റെ സമയമായി. ഇനി അടുത്ത കാലത്തിലേക്ക് നോക്കിയിരിക്കേണ്ട, ഇനി അടുത്ത ദിവസങ്ങളിലേക്ക് നോക്കിയിരിക്കേണ്ട, ഇനി അടുത്ത മാസങ്ങളിലേക്ക് നോക്കിയിരിക്കേണ്ട. ദൈവത്തിൻ്റെ വയതിലെ പരിശുദ്ധാത്മ പറയുന്നു, നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയ വേഗത്തിൽ കർത്താവ് കാര്യങ്ങളുടെ മേൽ ഇതാ തീർപ്പ് കൽപ്പിക്കുന്നു. വേഗത്തിൽ ദൈവം അത്ഭുതം ചെയ്ത് വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരുണയുടെ കരം അതിശോക്തി തോന്നുമാർ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരാൻ പോവാ. ദൂത് വിശ്വസിക്കട്ടെ. ഭാവി തെളിയുന്നു, മറുപടികൾ ഇറങ്ങുന്നു, നന്മകൾ വെളിപ്പെടുന്നു. എല്ലാ മേഖലയും കർത്താവ് ഇതാ ധന്യമാക്കുന്നു. ആ നിലയിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. ജീവിതസ്ഥിതി മാറുന്നു, സാഹചര്യങ്ങളെ കർത്താവ് മാറ്റുന്നു. ഹൃദയം കഠിനമാക്കാതെ നിലവിളിക്കാൻ തയ്യാറാകട്ടെ. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. നടക്കും, ദൈവം ചെയ്യും, പ്രവർത്തിക്കും. കർത്താവ് അനുഗ്രഹിക്കാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതനായി സ്തോത്രം. വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെയും, കുടുംബങ്ങളെ, തലമുറകളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കണം, സഹായിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവെ ഹൃദയം മടുത്തു പോകാതെ, ഹൃദയം ക്ഷീണിച്ചു പോകാതെ ഈ ദിവസങ്ങളിൽ ബലത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതമുണ്ടല്ലോ, ദൈവപ്രവൃത്തിയുണ്ടല്ലോ. ഇപ്പോൾ തന്നെ കർത്താവെ അത് ചെയ്തു കൊടുക്കാൻ ദൈവം വിശ്വസ്തന. നീതിയുടെ കരം, ശക്തിയുടെ കരം, അധികാരത്തിൻ്റെ കരം ഇന്ന് കർത്താവ് തൊടുവാൻ, അത്ഭുതം ചെയ്യുവാൻ പ്രാർത്ഥിക്കുക. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.